അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട്, ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്, എൻ്റെ എ പോസിറ്റീവ് ആണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് വീഡിയോ തുടങ്ങും മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന ഹാഷ്ടാഗ് കമന്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മളെ ബാലചേട്ടൻ എവിടെന്നോ ഒരു ആക്രിക്കടയിൽ ഒരു പേപ്പർ തുണ്ടും എടുത്ത് അതിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച് വന്നിരുന്ന് വായിച്ചിട്ട് കൈമറച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങയും പൊട്ടിക്കാതെ ഇന്നലത്തെ വീഡിയോയിൽ ബാലചേട്ടൻ നൈസായിട്ട് ആ വീഡിയോ ഇട്ട് ഞാൻ നന്മമരമാണ്, ഞാൻ ഒരു പാവമാണ്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചേട്ടൻ നൈസായിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ട് സ്വയം വെളുപ്പിക്കാനായിട്ട് വന്നു പോയി. എന്നാൽ സ്വയം കറുത്താണ് ആ വീഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ നിന്നെന്നല്ല, നമ്മൾ അതിലോട്ട് വരും. അതിനു മുന്നേ എലിസബത്ത് ഇതിനും ഒരു മറുപടിയുമായിട്ട് ബാലചേട്ടനെ കുറിച്ച് കുറച്ച് ഞെട്ടിക്കുന്ന വോയിസുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസും ബാലചേട്ടന്റെ കാര്യമൊക്കെ ആയിട്ട് നമുക്കിന്ന് കേട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടാം. എന്തായാലും കേട്ട് തുടങ്ങാം. എലിസബത്ത് ആരംഭിച്ചാട്ടെ. ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ത്രെറ്റനിങ് മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. വിത്തിൻ 1 hour or 2 hour പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കമന്റിലേക്ക് ആദ്യം കിടക്കാം. എന്റെ പൊന്നു ചേച്ചി, പുള്ളി ഒരു മാനനഷ്ടം ഒരു 10 കോടി രൂപയ്ക്ക് അങ്ങ് കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചാനലുകളിൽ തന്നെ കയറി നിറങ്ങും. ഓരോരുത്തരെ ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങല്ലേ. ഓക്കെ, ഇന്ത്യയിൽ 10 കോടി രൂപ കൊടുക്കാനില്ല ഫസ്റ്റ്. അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കും. ഇന്ത്യയിൽ ഉള്ള കാശല്ലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജയിലിൽ പോയിട്ട് കിടക്കണേൽ എനിക്കൊരു നാണക്കേടും തോന്നണില്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ 10 കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ 10, 20, 30 അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ഓഹോ, അപ്പൊ മാനനഷ്ടത്തിന് അണ്ണൻ ഇനി കേസ് കൊടുക്കും എന്നുള്ള സാധനമാണ് ഇറക്കുന്നത്. പക്ഷെ അണ്ണനല്ലാട്ടാ, അണ്ണനല്ലേ ഇത് പറഞ്ഞു, അണ്ണന്റെ ഫാൻസ് ആണ് ഇതെല്ലാം പറയുന്നത്. അണ്ണന്റെ ഫാൻസ് അണ്ണൻ പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയൂ, അറിഞ്ഞൂടാ. ഇനി PR ആണോ ഫാൻസ് ആണോ എന്ത് തേങ്ങയാണെന്നൊരു പിടിയില്ല. എന്തായാലും 10 കോടിയുടെ കണക്ക് ഇവിടെ പറയുന്നുണ്ട്. 10 കോടി എന്ന് പറയുമ്പോൾ ചില്ലറ പൈസയില്ല. മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് എങ്ങാണ്ട് ബാലചേട്ടൻ കേസ് ജയിച്ചു കഴിഞ്ഞാൽ എലിസബത്ത് മൂഞ്ചും. ഉള്ള കാര്യമാണ്, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ 10 കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ 1 കോടിക്ക് 10 ലക്ഷം രൂപ എങ്ങാണ്ട് വച്ചിട്ട് കോടതിയിൽ കെട്ടിവെക്കണം. അങ്ങനെ 1 കോടിക്ക് 10 ലക്ഷം രൂപ കെട്ടിവെച്ച് 10 കോടിക്ക് വരുമ്പോൾ 100 ലക്ഷം, അതായത് 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ഈ 10 കോടി ഡിഫമേഷന് കേസ് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ എന്തൊക്കെയുണ്ടേ, നമ്മൾ നിയമത്തിൽ അത്ര പുലിയല്ലാത്തതുകൊണ്ട് പിന്നെ എവിടെ കൂടിയൊക്കെ ചെറുതായിട്ടൊക്കെ കേട്ടുള്ള അറിവൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മളൊന്ന് കാച്ചിയതാ. എന്തായാലും അണ്ണാവ് തൊട്ട അണ്ണന്റെ ഫാൻസ് ഇളാവും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ജെറി വർഗീസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ എന്നാണ് വന്നിട്ടുള്ളത്. നേരത്തെ കസ്തൂരി ആയിരുന്നു, ഇപ്പൊ ജെറി വർഗീസ് ആയി. ഇതെന്തുവാടെ കസ്തൂരി ജെറി വർഗീസ്, അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ. എന്തായാലും ബാക്കി എലിസബത്ത് പറഞ്ഞാട്ടെ. എനിക്കതിൽ നാണക്കേട് ഇല്ല. കാരണം ഞാൻ അതിനെങ്ങാണ്ട് നന്നായിട്ട് നാണം കേട്ടിട്ടുണ്ട്, അതിനെങ്ങാണ്ട് നന്നായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് അത് എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടുകാരടക്കം പറഞ്ഞത് ഒന്നും മിണ്ടാണ്ടിരുന്നു. ഞാൻ മുമ്പൊക്കെ ചെയ്തായിരുന്നു, ഇങ്ങനെ ഭീഷണി കമന്റ് വരുമ്പോൾ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. ഞാനന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോകൾ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിലും സെയിം ഭീഷണി കമന്റുകൾ ഇട്ടിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കാര്യം പറഞ്ഞ കസ്തൂരി വെച്ചിട്ടാണ് തുടങ്ങിയത്. കസ്തൂരി വെച്ചിട്ടല്ല ഈ തവണത്തെ ഭീഷണി തുടങ്ങിയത്. ഭീഷണിയല്ല, ഒരു തരത്തിലുള്ള ഡിഫേമേഷൻ. ഇത്ര ക്ലിയർ ആയിട്ടൊരു ത്രെറ്റനിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ള ഒരു ത്രെറ്റനിങ് പോലത്തെ ഒരു വീഡിയോ, എനിക്കതിൽ ത്രെറ്റനിങ് വീഡിയോ ആയിട്ടാണ് തോന്നിയത്. കാരണം നീ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പലതും ഇടും. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോന്ന്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ്. എനിക്ക് കുറെ സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല, പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകള്, ഫ്രണ്ട്സുകള് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ്. അതായത് സിമിലാരിറ്റീസിലോട്ട് വരുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടിട്ട്.
ആ ക്രൈമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കണക്ഷൻ നമ്മുടെ ബാലചേട്ടന് വരുന്നു എന്നതാണ് എലിസബത്ത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അത് ഏത് ക്രൈമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയുടെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു വിഷയമുണ്ട്. അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കള് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഷോയിൽ വന്നിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് സംശയമുള്ള ആൾക്കാരുടെ ആ ഒരു കുറ്റവാളി എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാർ കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പേരുകളിലുള്ള വ്യക്തിയുമായിട്ട് നമ്മുടെ ആക്ടർ അണ്ണന് കമ്പനി ഉണ്ട് എന്നുള്ള സാധനമാണ് എലിസബത്ത് ഇനി പറഞ്ഞു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ കുറച്ചധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് എലിസബത്ത് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സീരിയസ്ലി ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലോണം ചീഞ്ഞ് നാറുന്നുണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. അല്ലാണ്ട് ഇനിയിപ്പം എവിടെന്നെങ്കിലും ഒരു ആക്രിക്കട ഒരു തുണ്ട് കടലാസും എടുത്ത് പൊക്കി പിടിച്ചും കൊണ്ട് ഞാൻ തന്നെ നന്മ മരമെന്ന് പറഞ്ഞ് ഇനിയും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കേണ്ട എന്റെ പൊന്നണ്ണ. പിന്നെ എലിസബത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, അണ്ണാവെ തൊട്ട് കഴിഞ്ഞാൽ അണ്ണൻ തീർക്കും. അതുകൊണ്ട് ഇനി എങ്ങാണ്ട് എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വവും അണ്ണാവുക്കാണ്. അതുകൊണ്ട് അണ്ണാവ് ഇനി മൂഞ്ചി തള്ളും എന്നുള്ളത് കൺഫേമാ. അതുകൊണ്ട് ഇനി നോക്കിയും കണ്ടൊക്കെ കളി. ഇനി ഇതിന്റെ പേരിൽ എലിസബത്തിനെ പോണ വഴിക്ക് എങ്ങാണ്ട് വണ്ടി വല്ലതും തട്ടിയിട്ടോ അല്ലെങ്കിൽ വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങാണ്ട് തീർന്നു കഴിഞ്ഞാൽ അണ്ണനാണ് പണി കിട്ടുന്നത്. അതുകൊണ്ട് അണ്ണൻ മൂഞ്ചും. അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നു, പറയുന്നതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതെങ്ങിരുന്നു. ഇനി ഇതിനെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ മറികടക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ അണ്ണാന്റെ കയ്യിലുണ്ടെങ്കിൽ അണ്ണൻ ആ തെളിവ് കൊണ്ടുപോവാ. അല്ലാത്ത പക്ഷം അണ്ണൻ തീർന്ന് അങ്ങ് കൂട്ടിയാൽ മതി. ഇനി ഇവിടെ കിടന്ന് മെഴുകേണ്ട ഒരു കാര്യമില്ല. മെഴുകിയിട്ടൊന്നും ഒരു പട്ടി പോലും ഇനി മൈൻഡ് ചെയ്യത്തില്ല. അണ്ണന്റെ സ്വഭാവം മലയാളികൾ തിരിച്ചറിഞ്ഞ്. അതാണ് വേറൊരു വാസ്തവം. ഇതെല്ലാം ബാക്കി എലിസബത്ത് പറഞ്ഞാട്ടെ. ഇതിന്റെ ഗസ്സുകളാണ്, ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല, ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് 7 വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തില് മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും. അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. പക്ഷെ ഒരു 11 മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച, അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം. അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്, എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്, അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു, ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല, ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഹെൽത്ത് ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവരെടുത്തെടുത്ത് 1-2 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് അത്. അപ്പോൾ അതില് ലോകം കണ്ട എല്ലാ നാറുകളായിട്ട് നമ്മുടെ അണ്ണാവുക്ക് കണക്ഷൻ ഇറുക്കേണ്ട നല്ലവന്മാരൊന്നും കമ്പനി ഇല്ലല്ലേ. ഭൂലോക ജെറ്റുകളെടുത്താണ് കമ്പനി മൊത്തം അണ്ണാവുക്കുള്ളത്. അണ്ണൻ വേറെ ലെവൽ തന്നെയാണ്. അണ്ണനെ നമ്മൾ നമിച്ച്, നിങ്ങൾ എന്നെ ആക്ടർ ബാല, ആക്ടർ തന്നെയാണ്. നിങ്ങളൊരു നടൻ തന്നെയാണ്, സിനിമയിലല്ല ജീവിതത്തിൽ നല്ല 1-ാം തരം ഒരു നടൻ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ നടനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നടന വിസ്മയം. പറ്റിച്ചു, ജനങ്ങളെ ഒന്നടങ്കം പറ്റിച്ചു. ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയും അണ്ണാ. കണക്ക് പറഞ്ഞിട്ട് ഇവിടത്തൊന്നും പോകത്തുള്ളൂ. അല്ലാണ്ട് കയ്യിൽ കുറെ പണവും കുറെ വിഡ്ഢിത്തരവും പൊട്ടത്തനവും ഒക്കെ കുഴച്ചു വെച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അണ്ണൻ ഇത്ര ഇമ്ര ഉക്കുറു എണ്ണി തന്നെ പോവും.
പിന്നെ അണ്ണ ഒരു 5-6 പേരൊക്കെ പറയുന്നുണ്ട്. പേരൊന്നും പറഞ്ഞില്ല, പറയുന്നു. ആരെന്ന് വെച്ചാ പറ. ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തും. എന്റെ കൈ നിറച്ച സത്യങ്ങളാണ്, ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇരിക്കുന്നതെന്ന് പറയാതെ ഇതൊക്കെ എടുത്തങ്ങോട്ട് ഇട്ട് നമ്മൾ കാണട്ട്. അണ്ണം വെള്ളം കുടിക്കും കുഞ്ഞുരാമായണ. എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്, എനിക്കറിയില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേണ്ട മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ എന്തുട്ടാണ് ഇതിനു മുമ്പ് കസ്തൂരിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത്. മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത, അത് എക്സിക്യൂട്ട് ചെയ്യണത് വട്ടായിട്ടുള്ള എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും 5 മാസ്റ്റർ ബ്രെയിൻ ഇതിന്റെ ബിഹൈൻഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ 5 മാസ്റ്റർ ബ്രെയിൻ എന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഓക്കെ, പുള്ളിക്കല്ലേ പുള്ളിയുടെ ശത്രുക്കളുടെ എണ്ണം അറിയുള്ളൂ. സോ എല്ലാ ശത്രുക്കളുടെയും ഒറ്റയടിക്കിട്ടിട്ട് ഡിഫേമിങ് കേസ് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്ന വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല, ഞാൻ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് കേസ് എടുക്കണമെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആക്കാം, കേസെടുക്കാം, ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ ആം ഓക്കെ. പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറെ സഹിച്ചു, മിണ്ടാണ്ടിരുന്നു. ഓക്കെ, എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര കാലമായിട്ടും ഇന്റെ ആ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് ഇന്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ കമന്റും അത് കണ്ടുപിടിച്ചത് ഇയാളാന്ന് അറിഞ്ഞിട്ടും അതും വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്റെ ഈവൻ മെഡിക്കൽ ലൈസൻസ് അടക്കം ക്യാൻസൽ ചെയ്യണം, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഇതാണ്. എന്റെ പൊന്നണ്ണ, നിങ്ങളൊരു കല തന്നെ അണ്ണ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം, എലിസബത്ത് ഒരുപാട് പേടിച്ചിരുന്നു. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെവലിൽ ജീവനടക്കം പേടിച്ചിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടി എലിസബത്തിന് നല്ലോണം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തനിക്ക് ആരുമില്ല, ആരും സപ്പോർട്ടില്ല, അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തിരിച്ചറിവ് എലിസബത്തിന് ഉണ്ടാവുകയും ഒരു പെണ്ണ് വിചാരിച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കും, അവളും പോരാടി അവൾക്കുള്ളത് അവൾ നേടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ അവളെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നണ്ണ നിങ്ങളെ മൂഞ്ചും. ഞാൻ ഉള്ള കാര്യം പറയാൻ നിങ്ങളെ മൂഞ്ചും. അവള് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയാവും. കൺഫേം ആ 100ക്ക് 110% ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. കാരണം അമ്മാതിരി അപരാധമാണ് നിങ്ങൾ അവരോട് കാണിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്തതിന്റെ അപ്പുറം അവരനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും. സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ്, എന്ത് മൊണ്ണത്തനോടാ നിങ്ങളൊക്കെ കാണിച്ചത്? പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ പോറ്റാൻ കഴിയില്ലെങ്കിൽ കെട്ടരുത്. കാമപ്രാന്തും കാമക്കടുവ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചുരുട്ടി മട്ടക്കി പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുന്ന പെണ്ണിന്റെ അടുത്തല്ല കാണിക്കേണ്ട. ലീഗലീനി എലിസബത്തിനെ കെട്ടിയില്ല, അത് നിങ്ങൾക്ക് സമയദോഷം മറ്റേ ആസ്ട്രോളജിയിലുള്ള വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രാം വയസ്സിൽ എനിക്ക് താല കെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണയടിച്ച് അവിടെ ചവിട്ടി നിർത്തി അല്ലേ? എന്തായാലും കൊള്ളാണ്ണ, നിങ്ങൾ നല്ല 1-ാം തരം നടൻ തന്നെ, സിനിമയിലല്ല ജീവിതത്തിൽ. ഇതുപോലത്തെ ഒരു ഫ്രോഡ് പറയാൻ വയ്യ. അനുഭവിച്ചില്ല ആ പെണ്ണ് നിങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ച്. ഇനി അവർക്ക് എന്തെങ്കിലും ഉണ്ടാ? ജീവിതവും പോയി, കരിയറും പോയി, തൊലച്ചില്ലേ നിങ്ങൾ ഒരു മനുഷ്യനായിട്ട്? കഷ്ടം, പരമകഷ്ടം. എന്നിട്ട് ഇനിയും വിടാനില്ല, ഇനിയും വിടാതെ പിടിച്ചിട്ടുണ്ട്. പിന്നാലെ കൂടി അങ്ങ് നിൽക്കുക. ഞാൻ നന്മവരമാണ്, വെള്ള പേപ്പർ ആക്രിക്കടന്ന് എടുത്തോണ്ടെന്ന് വീശിക്കൊണ്ടങ്ങ് നിൽക്കുക. നന്മവരം കളിച്ച് നിൽക്കുകയാണ് നാട്ടുകാരുടെ സഹതാപം പിടിച്ചുകൊണ്ട്. എന്തായാലും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അണ്ണനെ ജയിലിൽ പോയിരുന്നു കുക്കറി ഷോ നടത്താൻ പറ്റും, മനസ്സിലായ? അല്ലാണ്ടൊന്നും നടക്കത്തില്ല. ഇനി കുക്കറി ഷോ ഒക്കെ ജയിലിലേ നടക്കത്തുള്ളൂ എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ. അതുകൊണ്ട് അതിബുദ്ധിയോടെ ചിന്തിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ മാറ്റി വെച്ചോ, അല്ലെങ്കിൽ ജയിലിൽ ഇരുന്ന് കുക്കറി ഷോ ഒറ്റയ്ക്കിരുന്ന് നടത്തേണ്ടി വരും. ആ ഗതി ഉണ്ടാവരുത്. മരണമൊഴി പോലെയാണ് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എല്ലാത്തിനും ഉത്തരവാദി ഈ കാണുന്ന നന്മവരാണെന്ന്. ഇതിനപ്പുറം ഒന്നും വേണ്ട. ബാക്കി ഞാൻ ഏത് കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു മീഡിയയിൽ ചോദിക്കുന്ന കണ്ടു. അപ്പോൾ എന്താണ് ഈ എന്തുട്ടാണ് നെടുമുടി വേണു പറയണ പോലെ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി, സോറി, നെടുമുടി വേണുവിനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമില്
തേങ്ങ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സൈഡ് കോറസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ. അടുത്തത് കസ്തൂരിയുടെ തന്നെയാണ്. എനിക്കെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടണമെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ആൾക്കാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ സന്തോഷം കെടുത്താം. സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ഇതിടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിള് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആ ഡോണറിന്റെ കേസ്, എന്തിനാ ഡോണർ വന്നു? എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമിൽ ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവന്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു. ഭൂലോക കള്ളനാണല്ലോടെ, ഭൂലോക കള്ളൻ. പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്ത് പോലും വഞ്ചന. വഞ്ചനാ കുറ്റത്തിനും കൂടി കേസ് എടുക്കുമല്ലോ അണ്ണ മൊത്തത്തിൽ വെള്ളം കുടിക്കുമല്ലോ. ഇതെല്ലാം എവിടെ കൊണ്ട് കുടിച്ചിറക്കും എന്താ വെള്ളം? എന്തായാലും വാങ്ങിച്ചു വെച്ചാൽ ലിവറിൽ കൂടി കയറി ഇറങ്ങേണ്ടി വരും വെള്ളം എല്ലാം കൂടി. ഒന്നാം തരം ഉടായിപ്പായിരുന്നല്ലോ. എന്തൊക്കെ പ്രേമിക്കുന്ന സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരിക്കുന്നു. ദൈവമേ, ഞാനൊക്കെ പ്രേമിച്ച സമയത്ത് അവളെ ഏത് ബ്ലഡ് ഗ്രൂപ്പോ എന്തോ ദൈവത്തിനറിയാം. ബ്ലഡ് ഗ്രൂപ്പൊക്കെ ചോദിച്ച് എല്ലാം നേരത്തെ പ്ലാന്റ്. ഇതാണ് മൈൻഡ് ഗെയിം കേട്ടാ. നിങ്ങൾ പൊട്ടനാന്ന് ചോദിച്ച് ബാക്കിയുള്ളവരെ പൊട്ടനാക്കാൻ ഒരുപാട് ശ്രമിച്ചായിരുന്നു. കൊള്ളാണ്ണ ഒരു കല തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വേറെ ലെവല്. ഇനി എലിസബത്ത് നിങ്ങൾക്ക് ലിവറും കൂടി കൊണ്ട് തരണമായിരുന്നില്ലേ? പാവം, വഴിയാതാരായി പോയെന്നെ. അതെങ്കിലും അവരെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടല്ലോ, അത് തന്നെ രക്ഷപ്പെട്ട്. ഇനി എങ്ങാണ്ട് മാച്ചായി നിങ്ങൾക്ക് ആ ലിവറും തന്ന് വീണ്ടും പെരുവഴിയിലായി. വല്ലാത്ത അവസ്ഥയായേനെ. എന്തായാലും നന്മമാരെ അങ്ങോട്ട് വീണുടയുന്ന കാണുമ്പോൾ ഒരു സുഖം. അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട്. ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്. ഇന്റെ എ പോസിറ്റീവ് ആണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഈവൻ എന്റെ ഫോട്ടോ വീഡിയോ പുറത്തു വിടുക, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം പറയുക. എന്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എന്റെ കയ്യില്. ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. നിന്നെ എന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അതുപോലെ തന്നെ അവരുടെ വീട്ടുകാര് സ്വന്തം ഇണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ മറന്നിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത്. കുറെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, കുറെ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു, കുറെ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിൽ ഇത് ചെയ്തു. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, മെന്റൽ അബ്യൂസ് ഉണ്ടായി, എന്താ പറയാ, ലിറ്ററലി യൂസ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പലരോടും പറയണത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്. അപ്പൊ അതൊന്നും കാര്യാക്കണ്ട, നിങ്ങളുടെ കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് എത്ര 3 ആഴ്ചയോ 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജൊക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡി ആയിട്ടും വൈനും ബക്കാഡിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ഒരാള് അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എന്റെ പൊന്നണ്ണൻ, നിങ്ങളുടെ ജീവിതം ഈ
അളവിനുള്ള, ഇത് നിക്കത്തില്ല, കുറച്ചുകൂടി അളവിനുള്ള ഒരു ബുക്ക് തന്നെ എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി അപരാധങ്ങളാണ് ജീവിതം മൊത്തം കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരു അപരാധിയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞ് ടൈറ്റിലും കൊടുക്കാം. ഏത് മനസ്സിലായോ? അങ്ങനെ ടൈറ്റിലും കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് എഴുതാൻ പറ്റിയ ചരിത്രമാണ്. അമ്മാതിരി ചരിത്രമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നത്. ഇങ്ങനെ ഛന്ന ഭിന്നമായിട്ട് 400 കഥയായിട്ട് കിടക്കണം. 10-500 എപ്പിസോഡും വെബ് സീരീസ് ആയിട്ടൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റിയൊരു വകുപ്പുണ്ട്. അമ്മാതിരി വകുപ്പാണ് നിങ്ങളുടെ ജീവിതം കാണിച്ചു വെച്ചിട്ടുള്ളത്. നാണമില്ല മനുഷ്യ. ഈ സ്ത്രീകളെടുത്താണ് ഈ കരുത്ത് കാണിക്കുന്നത്. ഒരു പുരുഷനൊരു സ്ത്രീയുടെ അടുത്ത് അല്ലടേ കരുത്ത് കാണിക്കേണ്ടേ? നാണക്കേട്. നിങ്ങൾക്ക് വലിയ പണവും പിടിപാടും ഒക്കെ ഉണ്ടാവും, പക്ഷേ സ്നേഹിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ പോറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒരാണെന്ന നിലയിൽ തോൽവിയ, ഭൂലോക തോൽവി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവളെ ഉപദ്രവിച്ചിട്ടല്ല മാസ് കാണിക്കേണ്ടത്, അവളെ നല്ലോണം പോറ്റിയിട്ടാണ് മാസ് കാണിക്കേണ്ടത്. കേട്ടാ പാല ചേട്ട. അവളെ കൊണ്ടുവന്നിട്ട് മാക്സിമം ഉപദ്രവിച്ച് യൂട്ടിലൈസ് ചെയ്ത് നശിപ്പിച്ച് ട്രോമയിലാക്കി ഡിപ്രഷനിലാക്കി കരിയർ തൊലച്ച് നാറാണത്താക്കി ആസ്വദിച്ചല്ലേ. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന അവളെ സന്തോഷമായിട്ട് ഇരുത്തണം. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വരാതെ ഇരുത്തണം. എങ്കിലേ ആണെന്ന പേരിനൊരു അർത്ഥമുണ്ടാകത്തുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ള പുച്ഛം മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.